അസ്സലാമലൈക്കും. അപ്പം നാട്ടിൽ നല്ല ഒരുപാട് ആൾക്കാർ മെസ്സേജ് അയക്കുന്നുണ്ട്. ഫോണിൽ വാട്സപ്പിലൊന്നും നിൽക്കാൻ പറ്റുന്നില്ല. ആൾക്കാർ എന്തായി അവിടെ നേരെ ഉണ്ടാ അങ്ങനെ ഇങ്ങനെയെല്ലാം ചോദിച്ചിട്ട് കുറേ ആൾക്കാർ മെസ്സേജ് ഇട്ടുകൊണ്ടുണ്ട്. അപ്പോൾ നാട്ടിലെ നിങ്ങൾ ആ മഞ്ഞ പത്രങ്ങളും മഞ്ഞ ന്യൂസുകളും മഞ്ഞ ചാനലുകളിൽ വരുന്ന റിപ്പോർട്ടർ ചാനൽ പോലത്തെ ആ ഒരു പെണ്ണ് തുള്ളിച്ചാടുന്ന വീഡിയോവും ഇതെന്ത് വാർത്ത വായിക്കുന്നതെല്ലാം കേട്ടിട്ട് ഇങ്ങാര് പരിഭ്രാന്തരാകരുത്. ഇവിടെ ഒരു പ്രശ്നമില്ല. ഇതാ ബുർജ് ഖലീഫ നല്ല പാങ്ങല മിന്നുന്നുണ്ട് ഒരു സൈഡിൽ. അങ്ങനത്തെ ഒരു പ്രശ്നം ഇവിടെ നടക്കുന്നില്ല. പ്രത്യേകിച്ച് UAE അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടാവേല. പിന്നെ ബാക്കിയുള്ള GCC കൺട്രിയിൽ അല്ലറ ചില്ലറ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് എന്നുള്ള ന്യൂസ് വരുന്നുണ്ട്. പക്ഷെ UAE ഒരിക്കലും ഇതിന് മുന്നേ ഉണ്ടായിട്ടില്ല, ഇനി ഇപ്പോഴും ഉണ്ടാവേല. അപ്പോൾ ആരും നാട്ടിലുള്ള ദുബൈയിലുള്ള ആൾക്കാരോട് നിങ്ങൾ വിളിച്ചിട്ട് നിങ്ങൾ കുൽമാൽ എന്ത് എങ്ങനെ പരിഭ്രമോ അല്ലെങ്കിൽ അടുത്ത വാർത്ത നോക്കിയിട്ട് നിങ്ങൾ ഒരിക്കലും പേടിക്കേണ്ട ആവശ്യമില്ല. കാരണം ഇവിടെ ഒരു പ്രശ്നമില്ല. ദുബൈയിലാണുള്ളത്. ദുബൈ എന്ന് പറഞ്ഞാൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല എന്ന് മുന്നേ അറിയിച്ചു കൊണ്ടിരിക്കുന്നതാണ്. വീണ്ടും ഇവിടുത്തെ ഗവൺമെന്റ് നമുക്ക് വീണ്ടും ഉറപ്പ് തരുന്നുണ്ട് ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാവില്ല. അതുകൊണ്ട് ആരും നാട്ടിലുള്ള ആരും പരിഭ്രമിക്കരുത്. ഇത് പ്രത്യേകം അറിയിക്കുകയാണ്. നാട്ടിൽ നിന്ന് പിന്നെ ആൾക്കാർ എന്തായി അവിടുത്തെ എന്ത് കഥ ആ നാട്ടിലത്തെ റിപ്പോർട്ടർ ചാനലും അല്ലെങ്കിൽ മറ്റേ ന്യൂസ് ചാനലൊക്കെ കണ്ടിട്ട് ഇങ്ങനെ തുള്ളിച്ചാടിയിട്ട് വാർത്ത വായിക്കുന്ന കണ്ടിട്ട് നിങ്ങൾ പേടിക്കേണ്ടൊന്നും ആവശ്യമില്ല. ഇവിടെ ഒരു പ്രശ്നമില്ല എന്നുള്ളത് നമ്മ നല്ല സാധാരണ പോലെ എല്ലാ കാര്യം നടക്കുന്നുണ്ട്. പിന്നെ അബുദാബിയിൽ എവിടെയോ ചെറിയൊരു ഇതുണ്ടായിരുന്നു. പിന്നെ ജുമൈർ അലെന്തെല്ലാം ഉണ്ടായിരുന്നു. ജുമൈർ അലെന്തോ ഗ്യാസ് അന്ത പൊട്ടി തെറിച്ചത്. നോർമൽ ഇവിടെ ഇപ്പോൾ ഒരു ഫയർ വന്നെങ്കിൽ ഇപ്പൊ അതേ ആക്രമണം എന്ന് പറയുന്ന ഇതിലേക്ക് മാറ്റിയിട്ടാണ് കൊണ്ടുപോകുന്നുള്ളൂ. അപ്പോൾ ആരും അങ്ങനത്തെ ഫേക്ക് ന്യൂസ് ഒന്നും ഇടരുത്. ഇവിടെ ഒരു പ്രശ്നമില്ല. ദുബായ് ഫുള്ള് സേഫാണ്, അടിപൊളിയാണ്. ഫ്രെയിം എല്ലാം നല്ല കത്തി ജ്വലിക്കുന്നുണ്ട്. ഓക്കെ, ബായ്.